ഹലോ, അസ്സലാമു അലൈക്കും. ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നല്ലേ പ്ലം കേക്ക്. ആ പ്ലം കേക്കിന് ഞാനൊരു പുതിയ മോഡലിൽ പുതിയൊരു ഡെസേർട്ട് ആക്കിയിട്ട് പ്ലം കേക്ക് പുഡിംഗ് രൂപത്തിലേക്ക് മാറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പം പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ടേസ്റ്റായിരുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റ്. പിന്നെ എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഫുൾ വാച്ച് ചെയ്യുക, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ക്രാൻബെറി, അതുപോലെ തന്നെ ബ്ലാക്ക് മുന്തിരിയില്ലേ അത്, നമ്മളെ ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ കുറച്ച് അത്തിപ്പഴം, അതൊക്കെ ചെറിയ പീസാക്കിയിട്ട് ഞാൻ കുറച്ച് ബട്ടറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ്, ഓറഞ്ചിൻ്റെ ചെസ്റ്റ്, ആവശ്യത്തിനുള്ള മൈദ, അതുപോലെ ചെറിയൊരു കഷ്ണം പട്ട, കുറച്ച് ഗ്രാമ്പൂ, പിന്നെ ഒരു ജാതിക്ക, അത് ഇതിലേക്ക് പൊടിച്ച് ചേർക്കാനുള്ളതാണ് കേട്ടോ. ഒരു ബൗൾ എടുത്ത് ആ ബൗളിലേക്ക് നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ച അത്തിപ്പഴം, അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ ബ്ലാക്ക് മുന്തിരി, പിന്നെ നമ്മൾ ഡ്രൈ ക്രാൻബെറിയില്ലേ, ഇതൊക്കെ ഞാൻ ഓൾറെഡി ഇതിൽ പിന്നെ ബട്ടറിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് സോഫ്റ്റായി കിട്ടാൻ. ഇനി അതുപോലെ കുറച്ച് കാഷ്യൂ, എല്ലാം കൂടെ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസില്ലേ, അതൊരു 3/4 ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതുകൂടി ആഡാക്കിയത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുന്ന സമയത്ത് ഈ ഐറ്റംസ് എല്ലാം കൂടി നല്ല സോഫ്റ്റായി മാറും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മിക്സ് ആക്കുന്നത് കേട്ടോ. ഒരുപാട് സമയമൊന്നും വെക്കണ്ട, ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് ഒരു ബൗള് മൈദയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് ഇല്ലേ, അതൊന്ന് പൊടിച്ച് വെക്കണേ. ആ ഒരു സമയം നമ്മൾ ബാക്കിയുള്ള മൈദ ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്തിട്ട് അത് പിന്നെ വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച സ്പൈസസ് ഇല്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ ചെസ്റ്റ് കൂടി ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര കൂടി ആഡ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ് കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇത് പിന്നെ ആ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ആഡാക്കുന്നത് ഇതിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ആ സമയത്ത് ക്യാമറ ഓഫായി പോയി, അത് കാരണം അതിൽ പെട്ടിട്ടില്ല. ഈ ഒരു ചോക്ലേറ്റ് മിക്സിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ് മിക്സ്, കുറച്ച് ഡ്രോപ്സ് അത്രയും ആഡാക്കിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ഓരോ ഐറ്റംസും കൂടെ ഇത് നല്ലതുപോലെ മിക്സാക്കി നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നല്ലതുപോലെ ഇത് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ബാറ്ററൊക്കെ ഓക്കെ ആയി. ഇനി നമുക്ക് ഒരു കേക്കിൻ്റെ ഉണ്ടാക്കുന്ന ഒരു ടിന്നൊക്കെ എടുത്ത് ബട്ടർ പേപ്പറിൽ ബട്ടറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററി ഇതിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മളെ കേക്കിൻ്റെ ടിന്നിലേക്ക് നമ്മൾ ഈ ബാറ്ററൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ
കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ഡ്രൈ ക്രാൻബെറീസും പിന്നെ നമ്മൾ കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് ഒന്ന് മേൽഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോഴല്ലേ അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കിട്ടുക. അങ്ങനെ ഇതാ ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോരുത്തർക്കും ഈ ബേക്ക് ചെയ്ത് എടുക്കുന്നവർക്ക് ബേക്ക് ചെയ്യാം. ഞാനിത് സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. സ്റ്റീം ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന ബേക്കിംഗ് ഉണ്ടല്ലോ, നമ്മൾ പാത്രത്തിലൊക്കെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കി എടുക്കുന്നില്ലേ, അതുപോലെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ഒരു രീതിയിൽ സ്റ്റീം ചെയ്യുമ്പോൾ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട് കേട്ടോ അത് ഒന്ന് വേവായി കിട്ടാൻ. അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാം. ആ സ്റ്റീം ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു ചെറിയൊരു സോസ് ഉണ്ടാക്കണം. നമുക്ക് ആ സോസ് ഉണ്ടാക്കാം കേട്ടോ. ആ സമയം കൊണ്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്ത് നമുക്കിത് ഇതാ ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതാ പഞ്ചസാരയൊക്കെ ഇത് അത്യാവശ്യം ഒന്ന് ചൂടായി കാരമലൈസായി വരുന്നുണ്ട്. അത്യാവശ്യം കാരമലൈസായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണേ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, ആ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ആഡാക്കി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് തിക്ക് ക്രീമും കൂടി ആഡാക്കി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്കാക്കി മാറ്റിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഇത് കഴിച്ചതിന് ശേഷമാണ് എനിക്കത് ആ ഒരു കുറച്ച് വാനില എസൻസും കൂടി ഇതിലേക്ക് ആഡാക്കിയാൽ കൊള്ളാമെന്ന് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്കും അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡാക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ക്രീം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക സ്മെല്ലും പ്രത്യേക ടേസ്റ്റും തന്നെ ഈ ഒരു ക്രീമിനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ക്രീമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതാ അത്യാവശ്യം സമയമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ കേക്ക് ഒന്ന് റെഡി ആയത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. മാഷാഅല്ലാ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കേക്ക് നമുക്ക് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെക്കണേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് ഇതൊന്ന് എടുക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ തണുക്കാനൊക്കെ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഞാനിത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഇതാ കേക്കൊക്കെ റെഡിയായി. ഇതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ജെല്ലി സോഫ്റ്റ് മോഡലാണ് കേട്ടോ. നമ്മളെ പ്ലം കേക്കിന് മാതിരി ആ ഒരു സോഫ്റ്റ് അല്ല, ഇത് നമ്മളൊരു പുഡിങ്ങിൻ്റെ ആ ഒരു രീതിയല്ലേ, അപ്പോൾ അതിലേക്കുള്ള മോഡലുള്ള ഒരു ജെല്ലി സോഫ്റ്റ് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളെ സോസും ഈ കേക്കും ഒക്കെ വെച്ചിട്ടൊന്ന് നമുക്ക് ആ ഒരു രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ ഇത് വേണം കഴിക്കാൻ. അപ്പോഴാണ് നമുക്കിതൊരു കേക്ക് പുഡിങ്ങായിട്ട് മാറുള്ളൂ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സോസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ സോസൊക്കെ പാത്രത്തിലേക്ക് ഒഴിച്ച് റെഡിയാക്കി അതിന് മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പ്ലം കേക്ക് ഇല്ലേ, അത് ഇതിലേക്ക് സെറ്റാക്കി ഇപ്പോൾ ഇതാ ഈ ഒരു അതിന് മുകളിലേക്ക് കുറച്ചിതാ ചെറി കൂടിയിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലേ, കാണുമ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ടില്ലേ, കഴിക്കാൻ തന്നെ ഇതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ചേർത്ത അത്തിപ്പഴത്തിൻ്റെയും ക്രാൻബെറീൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു ഐറ്റംസിനെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ പ്ലം കേക്കിന് ഞാനൊരു വെറൈറ്റി രീതിയിൽ മാറ്റിയെടുത്തിട്ടുള്ള പുതിയൊരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രക്കും ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ വീട്ടിലൊക്കെ എന്ത് സൽക്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ പാർട്ടികളിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ പുതിയൊരു ഡെസേർട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളൊരു കോമ്പറ്റീഷനൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പിലുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.